ലിയാനോ ഡിക്കാപ്രിയുടെ ഏറ്റവും പുതിയ മൂവിയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ആൻഡ് സിനിമയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം, ദിസ് മൂവി ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സിനിമ സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി, ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള US മെക്സിക്കോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് കേട്ട് വരുന്ന ഇവരുടെ ഒരു വാർ ഉണ്ടല്ലോ, അതാണ് സിനിമ സംസാരിക്കുന്ന ആ ഒരു ഫ്രീഡത്തിനും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. സോ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഈ മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോറി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന 90s റിലീസ് ആയ ഒരു നോവലുണ്ട് വിൻലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മൂവി അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈച്ച് ആൻഡ് എവരി വൺ ഇൻ ദ മൂവി വാസ് ലിറ്ററലി അമേസിംഗ് ആയിരുന്നു. ലിയാനോ ഡിക്കാപ്രിയോ ആയാലും ഡയാന ട്രെയിലർ ആയാലും ഷോൺ പെൻ ആയാലും എല്ലാവരും അടിപൊളിയായിരുന്നു. ഈച്ച് ആൻഡ് എവരി വൺ ഇൻ ദ മൂവി ആരൊക്കെ സ്ക്രീനിൽ വന്നു പോകുന്നുണ്ടോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡെൽ ടോറോ എന്ന് പറയുന്ന നമ്മൾ കളക്ടറായിട്ട് വരുന്ന ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ പുള്ളിക്കാരൻ ഒരു അടിപൊളി റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിയാനോ ഡിക്കാപ്രിയോയുടെ ക്യാരക്ടറിന്റെ അതേ ലെവലിൽ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു കേണലിൽ. ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഷോൺ പെന്നാണ്. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഏജ് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരന്റെ ഫിസിക് കാണണം, മസിലും ആ ഒരു ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പക്ക ഒരു ഇപ്പോൾ നമ്മൾ ജിമ്മിൽ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കാണാം അങ്ങനെ ഇപ്പോൾ നല്ല ഏജുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ ഫിസിക്കായാലും ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. കിഡിലൊരു റോളായിരുന്നു അത്. മൂപ്പര് ആ ഒരു ത്രൂ ഔട്ട് ദ മൂവിയിൽ നല്ല നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ഡയലോഗ് പറയുന്നുണ്ട്, എൻ്റയർ തിയേറ്റർ ചിരിയായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ മൂപ്പര് ആ ഒരു ക്വസ്റ്റ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ആൻസർ പറയും. എൻ്റെ മോനെ സീൻ ഐറ്റമായിരുന്നു, നമ്മൾ ഇതുവരെ കേൾക്കാതെ നമ്മൾ ചിന്തിക്കാത്തൊരു ഐറ്റമായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞ. നൈസായിരുന്നു, നല്ലൊരു കിഡിലൻ ക്യാരക്ടർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു കിഡിലൊരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട് ഈ ഒരു മൂവിയിൽ. അത് ചെയ്തിരിക്കുന്ന ട്രയാന ട്രെയിലറാണ്. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്നാണെങ്കിൽ പറയാം. ഒരുപാടൊന്നും സിനിമയിൽ ഇല്ല, പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് റോളാണ്. ത്രൂ ഔട്ട് ദ മൂവി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഒരു കാര്യത്തിലൂടെയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കിഡിലായിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ലിയാനോ ഡിക്കാപ്രിയോ മാൻ പോളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഡിക്കാപ്രിയോയുടെ പെർഫോമൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ആരുമല്ല. ദോസ് ലവ്സ് ഹിം നോസ് ഹൗ ഹി ആക്ട് ഇൻ ദ മൂവീസ് ടോപ്പ് നോച്ച് ആയിരുന്നു. ഞാൻ ഡിക്കാപ്രിയോയുടെ വലിയൊരു ഫാൻ ബോയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. അതൊരു മൂവി സ്ലോ പീസ് ആയാലും ശരി, മീഡിയം ഫേസ് ആയാലും ഫാസ്റ്റ് പേസ് ആയാലും എങ്ങനെയായാലും മൂപ്പയുടെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര ഫാനാണ്. കാരണം ഈച്ച് ആൻഡ് എവറി സീക്വൻസ് അയാൾ പോർട്രേറ്റ് ചെയ്യണം, അത്ര കിടലോട്ടാണ്. അതുപോലെ എടുത്തു പറയാൻ ഈ ഒരു സിനിമയിൽ ഒരുപാട് സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഇമോഷനും ആ ഒരു ആങ്കറും അതൊക്കെ സെയിം ടൈം ബ്ലെൻഡ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ഒരു ഫോൺ കോൾ ഉണ്ട്. അതായത് ഒരുപാട് കാലത്തിന് ശേഷം ഒരാളുടെ ഫോൺ വിളിക്കുമ്പോൾ ഒരു കോഡ് പറയണം. ആ കോഡ് പറഞ്ഞാലേ ഫോൺ കോൾ മുന്നോട്ട് പോകത്തുള്ളൂ. ആ ഒരു കോഡ് മനുഷ്യൻ പറയാൻ പെടുന്ന പാടും അവിടുത്തെ സിറ്റുവേഷനും അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഒരേ സമയത്ത് പുള്ളിക്കാരന് ദേഷ്യത്തിന്റെ അങ്ങ് ടോപ്പിൽ നിൽക്കുകയാണ്, അതേസമയം പുള്ളിക്കാരൻ ആൻസർ പറഞ്ഞുകൂടാ. എന്നാൽ മറ്റേ സംസാരിക്കുന്ന അടുത്ത് ഭയങ്കര കോമഡി ആയിട്ട് ചില്ലായിട്ട് നിൽക്കുകയും വേണം. ഇങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് ഒറ്റ ടൈമിൽ കൊണ്ടുവരുന്ന സീക്വൻസ് ഉണ്ട്. അത് മൂപ്പർ നല്ല പുള്ളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇതിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയിൽ എൻ്റയർ പെർഫോമൻസ് എടുത്തു പറയണം. ഈച്ച് ആൻഡ് എവറി സീക്വൻസ് മൂപ്പർ ടോപ്പ് നോച്ച് ആയിരുന്നു. അത്ര പൊളി പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. ആൻഡ് വേറൊരു കാര്യം ഞാൻ ഒന്നും കൂടി എടുത്തു പറയാം, ദിസ് മൂവി ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അങ്ങനെ ഒരു ത്രില്ലറാണ്, ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു എൻഗേജിംഗ് ഫിലിമാണ്, വാർ മൂവിയാണെന്നൊന്നും പറഞ്ഞ് പോകരുത്. ഒരു മീഡിയം ഫേസിലാണ് സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. മൂവിയുടെ സ്റ്റോറി വേണമെങ്കിൽ ഞാൻ ഒരു വൺ ലൈനിൽ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ് റിവോഷണറി അല്ലെങ്കിൽ ഒരു എക്സ് ഫ്രീഡം ഫൈറ്ററിന്റെ ക്യാരക്ടറാണ് ഡിക്കാപ്രിയുടെ മകളും ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇവന്റ്സും, അതായത് ഈ റിവല്യൂഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും വാറും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യും. സോ അതാണ് സിനിമ സംസാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, വേറെ ലെവലായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്നൊന്നും പറഞ്ഞു പോകരുത്. ഭയങ്കര സ്ലോ പേസ് പോലെ ഭയങ്കര ഫാസ്റ്റ് പേസ് പോലെ ഒരു മീഡിയം ഫേസിലാണ് സിനിമ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു മൂവി റൺ ടൈം കുറച്ച് കുറയ്ക്കാന്ന് എനിക്ക് തോന്നി. ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുകൊണ്ട് മൂവി ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് കുറച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ ആ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ മൂവി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട് കുറച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയ. സോ അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ സീക്വൻസും എനിക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ടാണ് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന മൂവിയും കൂടിയാണ്. ആൻഡ് വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ട്, ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫി എസ്പെഷ്യലി ക്ലൈമാക്സിൽ. ഈ ക്ലൈമാക്സ് നടക്കുന്ന ഒരു ഹൈവേയിലാണ്. ഈ ഫോറിൻ കൺട്രീസിലുള്ള ഹൈവേസ് അറിയാലോ, ഭയങ്കര വേവ് ആയിട്ട് ചില ഹബ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള കുറച്ച് റോഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹൈവേയിലാണ് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് നടക്കുന്നത്. അവിടുത്തെ ഒരു സിനിമാറ്റോഗ്രാഫി ഉണ്ട്. ഒരു കാർ ചേസ് ആണ്. കാർ ചേസിൽ എന്താണെന്ന് വെച്ചാൽ കാർ ചേസ് ഓൾറെഡി ഒരു എൻഗേജിംഗ് ആണ്. അതിന്റെ കൂടെ ഒരു സിനിമാറ്റോഗ്രാഫി, അതായത് ഒരു കാറിന്റെ ഫ്രണ്ട് ബമ്പറിൽ ക്യാമറ കണക്ട് ചെയ്തിട്ടാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാവും. അവിടുത്തെ ഒരു വിഷ്വൽസ് ഉണ്ട്. അത് നമ്മൾ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് അത് കിട്ടും. ഈ അപ്സ് ആൻഡ് ഡൗൺസും വേവ്സും ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ക്യാമറ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാർ ചേസ് നമുക്ക് ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർ ഇപ്പോൾ ഇടിക്കുമോ, ഇവരിവിടെ നിർത്തുമോ, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഭയങ്കര എൻഗേജിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഹൈ മൂവ്മെന്റോടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. അത്ര കിടലും വിഷ്വൽസ് ആയിരുന്നു. ആ വിഷ്വൽസും ആ ഒരു കാർ ചേസും കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കുറച്ച് ട്രിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി കുറച്ച് സീൻസ് ഒഴിച്ച് നിർത്തിയ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു കിടലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് സിനിമ സമ്മാനിച്ച്. ആൻഡ് വേറൊരു
വേറൊരു കാര്യം, ദിസ് മൂവി ഇസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അത് ഓർത്ത് വയ്ക്കുക. ഒരു വാർ മൂവിയാണ്, ഒരു ത്രില്ലർ മൂവിയാണ്, ആ ലെവലാണ് ഈ മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ്. ഭയങ്കരമായിട്ടുള്ള എൻഗേജിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് പോകരുത്. എല്ലാവർക്കും വർക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും സ്റ്റോറി ടെല്ലിംഗും ആണ് ഈ മൂവിയുടെ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.